എന്താ മോനെ കാര്യം പറ. എല്ലാവരും ഒളിച്ചോടുക. എനിക്കും എങ്ങോട്ടെങ്കിലും ഒളിച്ചോടണം തോന്നുന്നച്ച. നീ എന്തിനാ ഒളിച്ചോടുന്നത്? വയ്യ അച്ഛ, എനിക്കിനി നമ്മുടെ പത്രത്തിൽ ജോലി ചെയ്യാൻ വയ്യ. എഴുത്തുപുരയിലെ കാരണമെന്ന് പോലുമില്ല. ആരും എന്നെ മനസ്സിലാക്കുന്നില്ല. ആർക്കും ആരെയും മനസ്സിലാകുന്ന അവസ്ഥയിലല്ല എഴുത്തുപുര വീടും നമ്മുടെ പത്രവും. മലയാള ശബ്ദം നമ്മുടെ കൈവിട്ടു പോകാൻ സാധ്യതയുണ്ട്. അത്തരത്തിലാണ് അനന്തരാമന്റെ നീക്കങ്ങൾ. അപ്പൻ ഇപ്പോഴും അവന് മനസ്സിലായിട്ടില്ല. മനസ്സിലാക്കി വരുമ്പോഴേക്കും പത്രം അവന്റെ കയ്യിലിരിക്കും. അത് സംഭവിക്കരുത്. ഞാൻ എന്ത് ചെയ്യണോ അച്ഛാ? ഇപ്പോ നീ ഒന്നും ചെയ്യണ്ട. എസ്റ്റാബ്ലിഷ് യുവർസെൽഫ് ആസ് എ സ്ട്രോങ് ഇൻഡിവിജ്വൽ. നിന്നെ പേടിക്കുന്ന രീതിയിൽ നീ വളരണം. അതിന് കൈക്കരുത്തും ആവേശവും മാത്രം പോരാ. പണം, മണി. മണി ഈസ് ദി ഫോഴ്സ്. കാലം എന്ന് പേടിക്കുന്നത് പണത്തെയാണ്. നീ പണമുണ്ടാക്കണം. മുത്തശ്ശിയെയും നിന്റെ പാരമ്പര്യത്തെയും കാത്തു സൂക്ഷിക്കാൻ. കാൻ യു മേക്ക് ഇറ്റ്? എന്റെ കയ്യിലാകെയുള്ളത് ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ആണ് അച്ഛാ. വണ്ടി ഓടിക്കാൻ അറിയാം. വഴികൾ കണ്ടുപിടിച്ചാൽ മതി. പണമുണ്ടാക്കണം. വഴികൾ കണ്ടുപിടിച്ചാൽ മതി. അണ്ണാ, ഞാൻ പോയി നോക്കിയിട്ട് വന്നാലോ? അണ്ണനെ കണ്ട ഒരുപക്ഷെ സായിപ്പിന് പഴയ വൈരാഗ്യം ഉണ്ടാവും. അക്ഷരങ്ങളിൽ അല്ലാഹു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. തമ്പ്രാൻകുട്ടി, നമ്മള് കോലിത്തല് നിർത്തി നിങ്ങൾ കാരണം. 5 നേരവും നിസ്കരിക്കുന്നുണ്ട് നിങ്ങൾ കാരണം. ഇപ്പൊ വന്നത് എനിക്ക് പരീതിന്റെ സഹായം വേണം. നമ്മള് നിങ്ങളെ സഹായിക്കണോ? എന്തു വേണം പറയും. നിങ്ങളെല്ലാം പോയി. റഫീഖേ, ഇക്ക, തമ്പ്രാൻകുട്ടി സുലൈമാനി എടുക്കട്ടെ. എന്താ അത്? കട്ടൻ ചായ. റഫീഖെ 3 സുലൈമാനി. വരേ. എന്താണ് നമ്മൾ ചെയ്യേണ്ടത് പറയും. എനിക്ക് കുറെ പണം ഉണ്ടാക്കണം. നിങ്ങൾക്ക് എത്ര പണം വേണം? അറിഞ്ഞൂടാ. കുറെ പണം വേണം. എനിക്ക് മാളികയൊന്നും പണിയാനല്ല, നല്ലത് പറയാനും ചെയ്യാനും എഴുതാനും വേണ്ടി. തമ്പ്രാൻകുട്ടി പറയണത് നല്ല കാര്യമാണെന്ന് മനസ്സിലായി. പക്ഷേ കാര്യം എനിക്ക് പിടികിട്ടിയില്ല. പറയാം. പരീതേ, ഞങ്ങളുടെ പത്രം ഞങ്ങളുടേതല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛൻ പത്രം വിട്ടു. ഞാനും പത്രം വിട്ട് പരീതിനെ കാണാൻ വന്നിരിക്കുകയാണ്. നശിച്ചില്ലാതാകുന്നതിന് മുമ്പ് ഞങ്ങളുടെ പത്രം ഞങ്ങളുടേതാക്കി രക്ഷിച്ചെടുക്കണം. അച്ഛന് വാക്കുകൊടുത്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. തമ്പ്രാൻകുട്ടി, പണം നമ്മളുണ്ടാക്കി തന്നാ പോരെ? പോരാ, അത് ഔദാര്യമാവും. നാളെ പരീതിനെ കുറിച്ച് എനിക്ക് എന്തെങ്കിലും എഴുതേണ്ടി വന്നാൽ എന്റെ കൈവറയ്ക്കും. കൈവറയ്ക്കാതെ എഴുതാൻ വേണ്ടിയാണ് ഞാൻ തന്നെ പണം ഉണ്ടാക്കി ഞങ്ങളുടെ പത്രത്തെ രക്ഷിച്ചെടുക്കണമെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞത്. എന്താ പരീത ഒരു വഴി? തമ്പുരാൻകുട്ടിക്ക് ഏത് വഴിയാണ് പറ്റിയത്? ഏത് വഴി എനിക്ക് പറ്റും. ആ സ്പിരിറ്റ് ലോറി എത്തിക്കേണ്ടടുത്ത് ഞാൻ എത്തിക്കാം. അതിനുള്ള മനക്കരുത്ത് എനിക്കുണ്ട്. ഏർപ്പാടാക്കോ? പരീതിനോടൊപ്പം ഞാനും കൂടാം, വിശ്വാസമുണ്ടെങ്കിൽ. എന്റെ പൊന്നു തമ്പുരാൻകുട്ടി, പരീത് ഈ ലോകത്ത് നിങ്ങളെ അല്ലാതെ മറ്റാരെ വിശ്വസിക്കാനാ? നിങ്ങള് നമ്മളോടൊപ്പമല്ല, നമ്മള് നിങ്ങളോടൊപ്പമാ. കുടിക്കീൻ. അണ്ണാ, ഈ സ്പിരിറ്റ് കൊണ്ടുപോകാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് എല്ലാത്തിനും ഒരു നല്ല സ്പിരിറ്റ് ഉണ്ട് കേട്ടോ. അനപ്പാ, നിന്നെ മാമോദീസ മുഖ്യ സ്പിരിറ്റ് തന്നെ. ഇവന്റെ നോട്ടത്തിൽ തന്നെ സ്പിരിറ്റ് ഉണ്ട് കേട്ടോ. ചുമ്മാ ഏടാ ചേട്ടാ, തമാശയല്ലേ ഇത്? പോലീസ്! ചേട്ടാ നിർത്തരുത്, ചവിട്ടി വിട്ടോ. സ്പിരിറ്റ് കള്ളക്കടത്ത്
എഴുത്തുമുറിയിലെ അബ്കാരി തമ്പുരാൻ. അകത്താവുമ്പോ അറിയും. പാരമ്പര്യം പ്രസംഗിച്ച് ഇറങ്ങിപ്പോയതല്ലേ. ഈ പഠിക്കാതെ ജാതി അവനെ കേട്ടില്ല. വിശ്വലക്ഷ്മി തമ്പുരാട്ടി കേട്ടല്ലോ. നിന്റെ ലൈഫ് എന്തിനാ കളയുന്ന? ചേച്ചി ഒറ്റയ്ക്കാവില്ലേ? അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. നിനക്ക് പോണെങ്കിൽ നീ പോണം. നല്ല ജോലിയാ ചേച്ചി. ഷാരട്ടൺ ടവേഴ്സ് ഹൈദരാബാദിലെ ഒരു നല്ല ഹോട്ടലാ. അവിടെ കാറ്ററിംഗിന് ഇങ്ങനെ ഒരു ഓപ്പണിംഗ് കിട്ടുകയെന്ന് വെച്ചാ ഇറ്റ്സ് മോർ ദൻ ലക്ക്. ചേച്ചിയും കൂടെ വരണം. ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞില്ലേ? ഡോണ്ട് ബോദർ അബൌട്ട് മീ.